+2 ഫിസിക്സ് 4th ചാപ്റ്ററായ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയാണ്. അതിനു മുൻപായി നിങ്ങളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം പറയാം. പബ്ലിക് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പേജാണിത്. ഈ പേജ് പലരും ശ്രദ്ധിക്കാറില്ല. നേരെ ക്വസ്റ്റ്യൻ ബുക്കിലേക്ക് തുറന്ന് ആദ്യ ക്വസ്റ്റ്യൻ വായിക്കുകയാണ് പതിവ്. ഇന്ന് ഇതൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്ന് ഞാൻ പിന്നീട് പറയാം. വായിച്ചെടുക്കാനുള്ള സൗകര്യത്തിനായി മലയാളത്തിലുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് ഒന്ന് വായിക്കുക. കഴിഞ്ഞു കാണും എന്ന് കരുതുന്നു. നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മാർച്ച് 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ദ പാത്ത് ഓഫ് എ ചാർജ് പാർട്ടിക്കിൾ എൻ്ററിങ് പാരലൽ ടു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് പാരലായി എൻ്റർ ചെയ്യുന്ന ഒരു ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്ത്, അതിൻ്റെ ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കുലർ, ഹെലിക്കൽ, സ്ട്രൈറ്റ് ലൈൻ, നൺ ഓഫ് ദീസ്. ആൻസർ സ്ട്രൈറ്റ് ലൈൻ. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന് പാരലായി എൻ്റർ ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിളിൻ്റെ പാത്ത് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. Ampere's theorem helps to find magnetic field in a region around a current carrying conductor. Write the expression of Ampere's theorem. അതുപോലെ draw a graph showing the variation of intensity of magnetic field with the distance from the axis of a current carrying conductor. The direct question ആണ്. ആംപിയേഴ്സ് തിയറം എഴുതാൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ അതിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ കടന്ന് പോകുന്ന കറണ്ട് കടന്നു പോകുമ്പോൾ അതിനടുത്തുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വേരി ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ് വരയ്ക്കാനും കൂടി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആൻസറിലേക്ക് നമുക്ക് പോകാം. ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം states that the line integral of magnetic field around any closed path in free space is equal to mu0 times the total current enclosed by the path. Closed integral B dot dl is equal to mu0 I. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണിത്. ഇവിടെ നോക്കുക. വൈ ആക്സിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, എക്സ് ആക്സിൽ നമ്മൾ ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നു. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വേരി ചെയ്യുന്ന ഈ ഷേപ്പിലായിരിക്കും ഗ്രാഫ്. ശ്രദ്ധിക്കുക. A rectangular loop of area A and carrying a steady current I is placed in a uniform magnetic field. Derive the expression of torque Τ is equal to m cos B acting on the loop. B. Increasing the current sensitivity may not necessarily increase the voltage sensitivity of the voltmeter. ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആദ്യം ഡെറിവേഷൻ ടോ ഇസ് ഈക്വൽ ടു എം കോസ് ബി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടോക്ക് ആക്ടിങ് ഓൺ എ റെക്ടാങ്കുലർ കോയിൽ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ടോ ഇസ് ഈക്വൽ ടു എം കോസ് ബി.
ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചതാണ്. ആവശ്യമെങ്കിൽ ഈ ചാപ്റ്ററിലെ പാർട്ട് 7 എന്ന സെക്ഷൻ ഒന്ന് കാണുക. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചു പോയ ഭാഗമാണ്. ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. ഇൻക്രീസിങ് ദ കറന്റ് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് മേ നോട്ട് നെസസറിലി ഇൻക്രീസ് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്ററിൻ്റെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാരണമായി മാറുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കറന്റ് സെൻസിറ്റിവിറ്റിയുടെയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെയും എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. നോക്കാം. കറന്റ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു NBA/K. ചില ടെക്സ്റ്റിൽ നമ്മളിവിടെ C എന്ന ടേം ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. NBA/K ഓർ NBA/C. അതുപോലെ തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി NBA/K × R അല്ലെങ്കിൽ CR, CG ഇങ്ങനെയൊക്കെ നമ്മൾ പല സിമ്പിൾസ് യൂസ് ചെയ്യാറുണ്ട്. NBA/K കറന്റ് സെൻസിറ്റിവിറ്റി, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി NBA/KR. ഫ്രം ദ 2 എക്സ്പ്രഷൻസ്, ഇവിടെ തന്നിരിക്കുന്ന 2 എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു കറന്റ് സെൻസിറ്റിവിറ്റി ഡിവൈഡ് ബൈ R നമുക്ക് കിട്ടും. കറന്റ് സെൻസിറ്റിവിറ്റി ഡിവൈഡ് ബൈ R, ഇതാണ് ഇത് തമ്മിലുള്ള റിലേഷൻ. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു കറന്റ് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ R. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ കറന്റ് സെൻസിറ്റിവിറ്റി കൂടും. നോക്കാം. ഇല്ലാതെ നമ്മൾ പറഞ്ഞു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്, അതുകൊണ്ട് ബിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ കോയിലാണ്, അതും കോൺസ്റ്റൻ്റ് ആണ്. കെ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പം BA/K എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ വേരി ചെയ്യാവുന്നത് നമ്പർ ഓഫ് കോയിൽസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ, അതാണ് വേരി ചെയ്യാൻ സാധ്യതയുള്ളത്. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ കറന്റ് സെൻസിറ്റിവിറ്റി കൂടും. എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് കറന്റ് സെൻസിറ്റിവിറ്റി കൂടും. എന്നാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടണമെന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടാതിരിക്കാനുള്ള കാരണം ഇതാണ്. അതേ ചേഞ്ച് തന്നെ അത് ഇവിടെ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം കൂടുമ്പോൾ ഉണ്ടാകുന്ന അതേ ചേഞ്ച് തന്നെ ഇവിടെ റെസിസ്റ്റൻസ്, അതായത് നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസും കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഇവിടെ എന്നിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് കറന്റ് സെൻസിറ്റിവിറ്റി കൂടും. അപ്പോൾ ഡിവൈഡഡ് ബൈ R, അതിന് പ്രൊപ്പോർഷണലായിട്ട് റെസിസ്റ്റൻസും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്തുമാത്രം കൂടുതൽ വരുന്നുണ്ടോ ഡിവൈഡഡ് ബൈ അത്രയും റെസിസ്റ്റൻസും കൂടി കൊണ്ടിരിക്കും. ഫലത്തിൽ അത് ക്യാൻസൽ ആയിപ്പോകും. അതായത് നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ കറന്റ് സെൻസിറ്റിവിറ്റി കൂടും, എന്നാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൂടത്തില്ല. കാരണം അതേ ചേഞ്ച് തന്നെ റെസിസ്റ്റൻസിലും സംഭവിക്കും. അതായത് CS/R എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, കറന്റ് സെൻസിറ്റിവിറ്റി ഡിവൈഡ് ബൈ R. ആയതിനാൽ ഫലത്തിൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിക്ക് മാറ്റമൊന്നും വരത്തില്ല. കറന്റ് സെൻസിറ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് ഇവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും. അപ്പം ആ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫലത്തിൽ അതിന് ചേഞ്ച് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. Cyclotron is a device used to accelerate charged particles. With a suitable diagram, briefly explain the working of a cyclotron and obtain an expression for cyclotron frequency. Cyclotronന്റെ വർക്കിംഗ് നമ്മളോട് എഴുതാനും അതുപോലെ തന്നെ സൈക്ലോട്രോൺ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. ഇനി സംശയമുണ്ടെങ്കിൽ നമ്മുടെ സെക്ഷൻ 10 നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. എ സൈക്ലോട്രോൺ ഓസിലേറ്റർ ഫ്രീക്വൻസി ഈസ് 10 MHz. വാട്ട് ഷുഡ് ബി ദ ഓപ്പറേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആക്സിലറേറ്റിംഗ് പ്രോട്ടോൺസ്? ഇവിടെ സൈക്ലോട്രോണിൻ്റെ ഓസിലേഷനിലെ ഫ്രീക്വൻസി 10 MHz ആണ്. അതായത് സൈക്ലോട്രോൺ ഫ്രീക്വൻസി 10 MHz എന്ന് തന്നിരിക്കുന്നു. വാട്ട് ഷുഡ് ബി ദ ഓപ്പറേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ആക്സിലറേറ്റിംഗ് പ്രോട്ടോൺസ്? അപ്പം പ്രോട്ടോൺസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ ആവശ്യമാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി F is equal to BQ divided by 2πm നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈക്ലോട്രോൺ ഫ്രീക്വൻസി F is equal to BQ divided by 2πm. ഇവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് തന്നിരുന്നത് ഫ്രീക്വൻസി മാത്രമേ തന്നിട്ടുണ്ടായിരുന്നു. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എന്നാൽ മാസ് ഓഫ് ദ പ്രോട്ടോണും
ക്യൂ ചാർജ് ഓഫ് ദ പ്രോട്ടോൺ നമ്മൾക്ക് തന്നിട്ടില്ല. മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളോട് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് കാണാനായിട്ട് B = 2πmf / Q നമുക്കറിയാം. B എന്ന് പറയുന്ന ടേമിനെ കണ്ടുപിടിക്കാനായിട്ട് Q എന്ന് പറയുന്ന ടേമിനെ 2πm നമ്മൾ മറ്റേ സൈഡിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ B = 2πmf / Q എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നത് ഫ്രീക്വൻസി മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. ഇവിടെ മാസ് ഓഫ് ദ പ്രോട്ടോൺ ആൻഡ് ചാർജ് ഓഫ് ദ പ്രോട്ടോൺ നമുക്ക് അറിയത്തില്ല. പ്രോബ്ലം സ്വാഭാവികമായിട്ടും ഇവിടെ അവസാനിപ്പിക്കും. എന്നാൽ ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജ് ശ്രദ്ധിക്കുക വായിക്കണമെന്ന്. അവിടെ ഒരു കാര്യം തന്നിട്ടുണ്ടായിരുന്നു. ഈ തൊട്ട് മുകളിൽ തന്നിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മളവിടെ ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നതിന് താഴെയായിട്ട് ദ ഗിവൺ വാല്യൂ ഓഫ് കോൺസ്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് വെയർ നെസസറി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വാല്യൂസ് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ 2 വാല്യൂസ് തന്നിട്ടുണ്ട്. അവിടെ ചാർജ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് പ്രോട്ടോണും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ആവശ്യം വന്നിരിക്കുന്നത്. Q = 1.6 × 10⁻⁻19 കൂളം ചാർജ് ഓഫ് പ്രോട്ടോൺ. അതുപോലെ മാസ് ഓഫ് പ്രോട്ടോൺ 1.667 × 10⁻⁻27 കിലോഗ്രാം. ഇനി അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാല്യൂസ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് 2π എന്ന് പറയുന്നത് 2ൻ്റെ പൈയുടെ വാല്യൂ 3.14 ആണ് നമുക്കറിയാം. M ഇവിടെ തന്നിട്ടുണ്ട്, മാസ് ഓഫ് പ്രോട്ടോൺ. ദെൻ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ട് 10 MHz ആണ്. അപ്പം 10 × 10⁻6 ഹെഡ്സ് എന്ന് കിട്ടും. ദെൻ ഡിവൈഡഡ് ബൈ Q ചാർജ് ഓഫ് പ്രോട്ടോൺ ഇതാണ് 1.6 × 10⁻⁻19 കൂളം. നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 0.66 ടെസ്ല എന്ന് നമുക്ക് ലഭിക്കും. ഇതുപോലെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഫസ്റ്റ് പേജിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത്തരം പല വിലപ്പെട്ട വിവരങ്ങൾ തന്നിട്ടുണ്ടാവും. നമ്മളത് ശ്രദ്ധിച്ചതിന് ശേഷം ആവശ്യമുള്ള ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിക്കണം. അതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ ഇതുപോലെയുള്ള ആ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും പ്രോബ്ലത്തിൽ വരുന്ന ചില കോൺസ്റ്റൻറ്റുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ആദ്യമേ ഒന്ന് വായിച്ച് പോയാൽ മാത്രമേ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ അകത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ഫ്രണ്ടിൽ തന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോ പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് അറിയത്തില്ലാതെ ഏതെങ്കിലും വാല്യൂസ് വരികയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ച് ഫ്രണ്ട് പേജിൽ അത് തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സേ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യനാണിത്. ആൽഫ പാർട്ടിക്കിൾ ആൻഡ് എ പ്രോട്ടോൺ മൂവിങ് നോർമൽ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. ദെയർ മൊമെൻറ്റം ഈക്വൽ ആണ്. അതായത് M × V കോൺസ്റ്റന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൽഫ പാർട്ടിക്കിൾ ആൻഡ് എ പ്രോട്ടോൺ ആർ മൂവിങ് ഇൻ എ റീജിയൻ നോർമൽ ടു ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ദെൻ ഇഫ് 2 particles have equal linear momentum എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആണ്. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ദെയർ ട്രജക്ടറീസ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റേഡിയസുകളുടെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റേഡിയസുകളുടെ അതായത് ഈ ഇക്വേഷൻ നോക്കാം. R = നമ്മളോട് പറഞ്ഞിട്ടുണ്ട് MV / BQ എന്നാണ് ഇക്വേഷൻ. ഇതിനകത്ത് മൊമെൻറ്റം കോൺസ്റ്റന്റ് ആണ്. M × V കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതുകൊണ്ട് ബിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും R = a constant divided by Q എന്ന് കിട്ടും. അപ്പോൾ നമുക്കിതിനെ MV / B എന്നുള്ള കോൺസ്റ്റന്റ് ആക്കി മാറ്റാം. അപ്പോൾ R = a constant divided by Q എന്ന് കിട്ടും. ഇനി നമുക്കറിയാം കോൺസ്റ്റന്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R proportional to 1/Q എന്ന് കിട്ടും. കോൺസ്റ്റന്റ് മാറിക്കഴിഞ്ഞാൽ R proportional to 1/Q എന്ന് നമുക്ക് ലഭിക്കും. ഇനി ഇവിടെ നോക്കുക, ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 3.2 × 10⁻⁻19 കൂളമ്പാണ്. അതായത് ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 3.2 × 10⁻⁻19 കൂളം. അതുപോലെ ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളം. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം R1/R2 ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ റേഡിയസ് ഡിവൈഡ് ബൈ സെക്കൻഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്തിൻ്റെ റേഡിയസ്. R1/R2 = നമുക്ക് കിട്ടുന്ന വാല്യൂസ്. ആദ്യത്തെ R1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളം ഡിവൈഡ് ബൈ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റേത് 3.2 × 10⁻⁻19 കൂളം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും R1 = R2 = 1:2 എന്ന് കിട്ടും. ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. R1ൻ്റെ വാല്യൂ നമുക്ക് 1.6 × 10⁻⁻19 കൂളം, R2ൻ്റെ വാല്യൂ 3.2 × 10⁻⁻19 കൂളം ലഭിക്കും.
അപ്പോൾ R1:R2 എന്ന് കിട്ടുന്ന 1/2 അല്ലെങ്കിൽ 1:2 എന്ന് നമുക്ക് ലഭിക്കും. An electric charge q is moving at right angles to a uniform magnetic field B with a velocity v. Write the expression for the force acting on the charged particle. The magnetic Lorentz force ആണ് പറഞ്ഞിരിക്കുന്നത്. Magnetic Lorentz force ഇക്വേഷൻ നമുക്കറിയാം. F is equal to BQV sin theta എന്നാണ്. F is equal to BQV sin theta എന്നാണ്. ഇവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ആംഗിളിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവയ്ക്കിടയിലുള്ള പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. F is equal to BQV എന്ന് കിട്ടും. റൈറ്റ് ആംഗിളിൽ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്താൽ F is equal to BQV നമുക്ക് ലഭിക്കും. Second, using Biot-Savart law, derive an expression for magnetic field at the center of a circular coil carrying current. Biot-Savart lawയുടെ ആപ്ലിക്കേഷൻ ആണ്. പാർട്ട് 3ൽ നമ്മളിത് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആ സെക്ഷൻ ഒന്ന് റെഫർ ചെയ്യുക. A galvanometer is connected as shown in figure. തന്നിരിക്കുന്ന സർക്യൂട്ട് ശ്രദ്ധിക്കുക. ഗാൽവനോമീറ്ററിന് പാരലലായിട്ട് ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നു. ഗാൽവനോമീറ്ററിന് പാരലലായിട്ട് ഷണ്ട് റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. സോ ദിസ് കോമ്പിനേഷൻ ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ അമ്മീറ്റർ. ഗാൽവനോമീറ്ററിന് പാരലലായിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ദിസ് കോമ്പിനേഷൻ ക്യാൻ ബി യൂസ്ഡ് ആസ്, ഇവിടെ വോൾട്ട് മീറ്റർ, റിയോസ്റ്റാറ്റ്, അമ്മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആൻസർ അമ്മീറ്റർ ആയിരിക്കും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഷണ്ട് റെസിസ്റ്റൻസ് കാണാനുള്ള ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എക്സ്. ഇവിടെ ഇതിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. S is equal to IG into G divided by I minus IG എന്നുള്ള എക്സ്പ്രഷൻ്റെ പ്രൂഫാണ് നമ്മളോടിവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പാർട്ട് 9ൽ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആ ഭാഗം ഒന്നുകൂടി കാണാം. സൈക്ലോട്രോൺ എന്ന സെക്ഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ Q1 Q2 എന്നീ ചാർജുകൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. രണ്ട് ചാർജുകൾ Q1 ഉം Q2 മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇവ ട്രാവൽ ചെയ്യുന്ന പാത്തിൻ്റെ ഷേപ്പാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നിരിക്കുന്ന പാർട്ടിക്കിൾസ് Q1 ഉം Q2 ഉം ഈ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന പാത്തിൻ്റെ ഷേപ്പ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Q1 എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ ഹെലിക്കൽ ഷേപ്പിലായിരിക്കും Q1 മൂവ് ചെയ്യുന്നത്. Q2 സർക്കുലർ അല്ലെങ്കിൽ കേർവ്ഡ് പാത്തിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. Q1 ഹെലിക്കൽ പാത്തിലൂടെ മൂവ് ചെയ്യും. Q2 സർക്കുലർ ഓർ കേർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യും. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സൈക്ലോട്രോൺ ഫ്രീക്വൻസി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഡയഗ്രാം വരച്ച് സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. F is equal to QB divided by 2πm. F is equal to QB divided by 2πm. ഇതിൻ്റെ പ്രൂഫ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേഷൻ എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ട് 10ലാണ് നമ്മൾ ഈ ഭാഗം പഠിച്ചിട്ടുള്ളത്. A particle of charge q is moving through a uniform magnetic field intensity B with a velocity v. Write an expression for the force acting on the particle in vector form. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ F is വെക്റ്റർ F ആണ്. വെക്റ്റർ സൈൻ ഉണ്ട്, അല്പം മാറിപ്പോയിട്ടുണ്ട്. ഇത് പേജ് സെറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. F വെക്റ്റർ F is equal to Q. Q എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ വെക്റ്റർ സൈൻ ഇല്ല. ക്യൂവിന് ചാർജ് ഇല്ല, ക്യൂവിന് വെക്റ്റർ സൈൻ ഇല്ല. ഇവിടെ വിക്കുണ്ട്. വിയുടെ വെക്റ്റർ സൈൻ ആണ് ഇങ്ങോട്ട് മാറിപ്പോയിരിക്കുന്നത്. വി ക്രോസ് ബി, വിക്കും വെക്റ്റർ സൈൻ ഉണ്ട്. അപ്പം വെക്റ്റർ F is equal to Q into V ക്രോസ് ബി. വെക്റ്റർ F is equal to Q into വെക്റ്റർ V ക്രോസ് ബി, വെക്റ്റർ ബി.
ഇതാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വെക്റ്റർ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി. ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി 3 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 6 × 10⁻⁻⁴ ടെസ്ലയാണ്. അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കുലർ പാത്തിലൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു, അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റേഡിയസ് ഓഫ് ദ പാത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ mv/qb ആണ്. mv/ മാസ് ഇൻറ്റു വെലോസിറ്റി / ചാർജ് ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇവിടെ മാസ് ഓഫ് ദി ഇലക്ട്രോൺ 9.1 × 10⁻31 കിലോഗ്രാം ആണ്. അതുപോലെ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ 1.6 × 10⁻19 കൂളം. ഇനി ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. വെലോസിറ്റി തന്നിട്ടുണ്ട്, 3 × 10⁻⁷ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 6 × 10⁻⁴ ടെസ്ല തന്നിട്ടുണ്ട്. നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.285 മീറ്റർ എന്ന് ലഭിക്കും. 0.285 മീറ്റർ. Parallel currents attract and anti-parallel currents repel. State whether this statement is true or false. രണ്ട് പാരലൽ കണ്ടക്ടേഴ്സിലൂടെ കറണ്ട് കടന്നു പോകുന്നു. അപ്പോൾ സെയിം ഡയറക്ഷനിലാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ അവ അട്രാക്റ്റ് ചെയ്യപ്പെടും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിപ്പൽ ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പാരലൽ കണ്ടക്ടേഴ്സിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവർക്കിടയിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് പറഞ്ഞിരിക്കുന്നതാണ്, ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് കടന്നു പോകുന്നതെങ്കിൽ പാരലൽ കറണ്ട് ആണെങ്കിൽ അവ അട്രാക്റ്റ് ചെയ്യും. ആൻറ്റി പാരലൽ ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിപ്പൽ ചെയ്യും. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഡിഫൈൻ ദ SI യൂണിറ്റ് ഓഫ് കറണ്ട്. SI യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ആംബിയർ ആണ്. ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ 2 കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. ഇങ്ങനെയുള്ള രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് പാരലലായിട്ട് വെച്ചിരുന്നാൽ അവയ്ക്കിടയിലുള്ള ഫോഴ്സിൻ്റെ ടേംസിൽ നമ്മളോട് ആംബിയറിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോൺസ്റ്റൻറ്റ് കറണ്ട് മെയിൻറ്റെയിൻ ഇൻ 2 straight parallel conductors placed 1 meter apart in vacuum will produce between them a force of 2 × 10⁻⁷ Newton. രണ്ട് പാരലൽ സ്ട്രൈറ്റ് കണ്ടക്ടേഴ്സ് വാക്വത്തിൽ 1 മീറ്റർ ഡിസ്റ്റൻസ് അകലത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇനി അവയിലൂടെ കോൺസ്റ്റൻറ്റ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അവയ്ക്ക് എവിടെയുള്ള ഫോഴ്സ് 2 × 10⁻⁷ ന്യൂട്ടൺ ആണെങ്കിൽ അപ്പോൾ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് 1 ആംപിയർ എന്ന് പറയുന്നത്. Biot-Savart law relates current with the magnetic field produced by it. Write the mathematical expression of the above law in vector form. Using the law, derive an expression for intensity of magnetic field at a point at a distance x from the center and on the axis of a circular current loop. ഇവിടെ Biot-Savart ലോയുടെ ക്വസ്റ്റ്യൻ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. We know that Biot-Savart law gives a relation between current and magnetic field. Express Biot-Savart law in a vector form. Biot-Savart law വെക്ടർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. Biot-Savart ലോയുടെ വെക്ടർ ഫോം എന്ന് പറയുന്നത് dB = μ0 / 4π × I × dl cos r / r³. ചില ടെസ്റ്റുകളിൽ ഇത് ക്യാപിറ്റൽ I ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ക്യാപിറ്റൽ I സ്മോൾ I വരാം. dV = μ0 / 4π × I × dl cos r / r³. ഇതാണ് Biot-Savart ലോയുടെ വെക്ടർ ഫോമിലുള്ള റെപ്രസെൻറ്റേഷൻ. ദെൻ
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ബയോട്ട്സവാർ ലോ സർക്കുലർ കറണ്ട് ലൂപ്പിൻ്റെ അടുത്തുള്ളൊരു പോയിന്റിൽ ബി കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു സർക്കുലർ കോയിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട്. ഇത് പാർട്ട് 3 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ആ സെക്ഷൻ ഒന്ന് റെഫർ ചെയ്യാം. ഇനിയും ചില വർഷങ്ങളെ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനായിട്ട് അത് അടുത്ത പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.